ഭയക്കുന്നുണ്ടല്ലേ ആരൊക്കെയോ? ഭയം, അതായത് ഒരു ഐക്യം, ഒരു ഒരുമിച്ച് അണിനിരക്കൽ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഗുരുദേവനെ ഭിന്നതയുടെ പ്രതിബിംബമാക്കാൻ ചിലർ ശ്രമിക്കുന്നു. നമ്പൂരി മുതൽ നായാടി വരെ ഒരുമിച്ച് അണിനിരക്കണമെന്ന് ചിലർ പറയുമ്പോൾ പെട്ടെന്ന് ചാടി വീഴുകയാണ്. ശങ്കുട്ടിദാസ് അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങോട്ട് ഇത് ചോദിക്കേണ്ടത്. ഗുരുദേവനെയും ആ ദർശനങ്ങളെയും ഭയക്കുന്നു അല്ലെ ഇന്ന് ചിലരെങ്കിലും? ശ്രീ കാബ സുരേന്ദ്രൻ. അത് തന്നെയാണ് ചേരുന്ന വാക്ക്. കാരണം ഗുരുവിനെ ഭയക്കുന്നു. ഗുരുദേവ ദർശനം നിലനിന്നാൽ, ഗുരുദേവ ദർശനം പ്രചരിച്ചാൽ, ഗുരുവിൻ്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും സമൂഹത്തിലെ സർവ്വസാധാരണക്കാരറിഞ്ഞാൽ ഈ കേരളത്തിൽ വിശേഷിച്ചും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ചൂഷണം ചെയ്യാൻ കഴിയില്ല. അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുമായിരുന്ന ഒരു വലിയ ജനതയെ, ഹൈന്ദവ സമൂഹത്തെ, അതിൽ വീഴാതെ കൈപിടിച്ച് കരകയറ്റിയ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. മതപരിവർത്തനത്തിന് വേണ്ടി ചുറ്റിനും നിൽക്കുകയും ഒക്കെ ചെയ്ത വേളയിലാണ് ഇത് ചെയ്തത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെ അപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെ മതപരിവർത്തനം ഇവിടെ സൂചിപ്പിച്ചല്ലോ, ബൗദ്ധമതത്തിലേക്ക് പോലും പോകാൻ പാടില്ല, അങ്ങനെ മതം മാറണമെന്ന് നിർബന്ധമുള്ളവർക്ക് സനാതനധർമ്മത്തെ ഒരു മതമായി കണ്ട് അതിലേക്ക് മാറുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ ഗുരു എന്തുകൊണ്ടാണ് അങ്ങനെ നിർബന്ധപൂർവം പിടിച്ചു നിർത്തിയത്? ഈ സമൂഹത്തിനെ ഒറ്റക്കെട്ടായി നിർത്താൻ കഴിയുന്ന ദർശനത്തിൻ്റെ ബലത്തിലാണ് പിടിച്ചു നിർത്തിയത്. അതിൻ്റെ അർത്ഥം ഈ ദർശനത്തിന് ഈ പറയുന്നവരെല്ലാം ഭയപ്പെടുന്നു, സത്യത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ഗുരുദേവൻ സമം സത്യം, ഗുരുദേവ ദർശനം സമം സത്യത്തിൻ്റെ ദർശനം. ആ സത്യത്തെ ഭയപ്പെടുന്നവർ എപ്പോഴും ഗുരുവിനെ ഭയപ്പെടും. അതുകൊണ്ടാണ് സത്യത്തിൽ നിന്ന് ഗുരുവിനെ മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്നത്. ഗുരുവിൻ്റെ ഈ ദർശനം നിലനിന്നാൽ ഒരിക്കലും വിഭജനം സാധ്യമല്ല, ഒരിക്കലും ചൂഷണം സാധ്യമല്ല. എന്ന് മാത്രമല്ല, ഗുരുവിൻ്റെ ഈ സമഗ്ര ജീവിത ദർശനമാണല്ലോ. ശങ്കു അത് സൂചിപ്പിച്ചു, കുറെ വിശദീകരിക്കുകയും ചെയ്തു. സാമൂഹികമായ പരിവർത്തനം, സാമ്പത്തികമായ പരിവർത്തനം, വിദ്യാഭ്യാസം, കൃഷി, വ്യവസായം, തൊഴിൽ, മതം, ആത്മീയത, ധാർമ്മികത എന്നുവേണ്ട സമൂഹ ജീവിതത്തിലെ സർവരംഗങ്ങളെയും പരിവർത്തിപ്പിച്ചയാളാണ് ഗുരുദേവൻ. അത് വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആ പരിവർത്തനം സൃഷ്ടിച്ചത്. അങ്ങനെ ഒരു പരിവർത്തനം നടത്തിയ ആൾ ജീവിച്ച് അദ്ദേഹത്തിൻ്റെ ദർശനം സജീവമായി നിന്നാൽ, ഈ സത്യം ജനങ്ങൾ അറിഞ്ഞാൽ ജനങ്ങൾ ഗുരുദേവൻ്റെ പിന്നാലെ പോകും, അഥവാ ഈ ദർശനത്തിൻ്റെ പിന്നാലെ പോകും. ഹൈന്ദവ സമൂഹം ഒട്ടാകെ ജാതി ചിന്തയ്ക്ക് അതീതമായി, ജാതീയമായ കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ ദർശനം സ്വീകരിക്കുമ്പോൾ, അതിനെ അറിഞ്ഞു ജീവിക്കുമ്പോൾ ചൂഷണം, രാഷ്ട്രീയമായ ചൂഷണമോ മതപരമായ ചൂഷണമോ സാധ്യമല്ല എന്നവർക്കറിയാം. അതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതിയ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഗുരുദേവന്റെ പടം കൊടുത്തിട്ട് ആ അധ്യായത്തിന്, വേറെ 2-3 പേരുടെ പടമുണ്ട്, ശ്രീനാരായണ ഗുരു, ദയാനന്ദ സരസ്വതി, വിവേകാനന്ദൻ, രാമകൃഷ്ണദേവൻ, ഈ 4 പേരുടെ പടം കൊടുത്തിട്ട് ആ അധ്യായത്തിന്, ഗുരുദേവൻ അടക്കമുള്ള ആ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് ദേശീയതയുടെ വികൃത രൂപം എന്നാണ്. അവരെത്രമാത്രം ഗുരുവിനെ ഭയപ്പെടുന്നു എന്നുള്ളതിന്, എത്രമാത്രം സത്യത്തെ അവർ ഭയന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് ഇതിൽ പരം ഒരു തെളിവുണ്ടോ? ഗുരു ഉയർന്നു നിന്നാൽ, ഗുരുദർശനം സജീവമായി നിന്നാൽ, ആ ഗുരുദർശനത്തിൻ്റെ പിൻബലത്തിൽ ഹൈന്ദവ ജനത മാത്രമല്ല, മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന മതമൗലികവാദികളോ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്ന മറ്റാരെങ്കിലുമോ ഒക്കെ, ആരൊക്കെയാണോ ഭിന്നത വളർത്താൻ ആഗ്രഹിക്കുന്നത്, ആരൊക്കെയാണോ വിദ്വേഷം പരത്താൻ ശ്രമിക്കുന്നത്, ആരൊക്കെയാണോ വിഘടനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്, അത് രാഷ്ട്രീയക്കാരാണെങ്കിലും മതവാദികളാണെങ്കിലും ആരാണെങ്കിലും, അവരൊക്കെ പിന്തിരിഞ്ഞ് പരാജയപ്പെട്ട് പലായനം ചെയ്യേണ്ടി വരും ഗുരുവിൻ്റെ ഈ വെളിച്ചം കത്തി നിൽക്കുന്ന കാലത്തോളം. അതുകൊണ്ട് ആ വെളിച്ചത്തെ, സൂര്യനെ മറയ്ക്കാൻ, കൈപ്പത്തി കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്ന വിഡ്ഢികളെ പോലെ ഗുരുദേവ ദർശനത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്ന ആധുനിക ചാർവാക ബ്രാഹ്മണരിൽ നിന്നും ഗുരുദേവനെ നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്, ഗുരുദേവനെ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഈ കപടന്മാരായ ചാർവാക ബ്രാഹ്മണരാണ് ഗുരുവിനെ വികലമാക്കാൻ ശ്രമിക്കുന്നത്, ഗുരുവിനെ, അദ്ദേഹത്തിൻ്റെ ദർശനത്തെ തകർത്ത് കളയാൻ ശ്രമിക്കുന്നത്, മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൗത്യം ഞാൻ പറഞ്ഞല്ലോ, ഭയപ്പെടുന്നവർ, നമ്മൾ വിവേകാനന്ദ സ്വാമികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ, അതായത് ആന
വലിയ കൊമ്പനാന മസ്തകവും ഇളക്കി തുമ്പിക്കൈയും ആട്ടി ചെവിയും ആട്ടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ചാവാലി നായ്ക്കൾ അരികിൽ നിന്ന് പെരുവഴിയുടെ വശങ്ങളിൽ നിന്ന് കുരയ്ക്കും. ആന അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞതുപോലെ ഈ മഹത്തായ ഗുരു ദർശനം അങ്ങനെ ലോകത്തിൻ്റെ മുൻപോട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഗുരുദർശനത്തിൻ്റെ ഈ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും. വെളിച്ചത്തെ ഭയപ്പെടുന്ന കുറുനരികൾ, വെളിച്ചത്തെ ഭയപ്പെടുന്ന ശൃഗാലക്കൂട്ടങ്ങൾ ഗുരുവിനെ കണ്ട് പാർശ്വങ്ങളിൽ നിന്ന് കുരയ്ക്കുകയോ കടിക്കാൻ ശ്രമിക്കുക. അതാണല്ലോ മുമ്പേ ശംഖു സൂചിപ്പിച്ചത്. അതിന് ശ്രമിച്ചത് വിജയിക്കാതെ വന്നപ്പോൾ ഇപ്പോൾ ഗുരു അങ്ങനെയല്ല ജീവിച്ചതെന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊച്ചു വർത്തമാനം പറഞ്ഞ് ഗുരുവിനെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ആ വികലമായ പ്രഖ്യാപനങ്ങൾക്കൊക്കെ അപ്പുറം ഗുരു ആകാശത്തോളം ഉയർന്നു നിൽക്കുകയാണ്. സൂര്യനെ പോലെ, മധ്യാഹ്ന സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ശ്രീനാരായണ ഗുരുവും ഗുരുദർശനവും അത് കേരളത്തെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. കേരളത്തിലൊരു പുതിയ ജീവിതം തിരിച്ചു വരിക തന്നെ ചെയ്യും. ഗുരുദേവനിലേക്ക് തിരിച്ചു പോകുക. അതിന് പുരോഗമനവാദികൾ എന്ന് പറയുന്ന കപട സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നത് പുനരുദ്ധാനം എന്നാണ്, പിന്തിരിഞ്ഞു പോവുക എന്നാണ്. അല്ല, സത്യത്തിലേക്കുള്ള പിന്തിരിയലാണത്, ദർശനത്തിലേക്കുള്ള പിന്തിരിയലാണത്, ഗുരുദേവനിലേക്കുള്ള പിന്തിരിയലാണ്. അതുകൊണ്ട് സർവരംഗങ്ങളിലും ഉള്ളവർ ചെയ്യേണ്ടത് ഗുരുവിലേക്ക് മടങ്ങിപ്പോവുകയാണ് വേണ്ടത്, ഗുരുദർശനത്തിലേക്ക് പിന്തിരിഞ്ഞു പോവുകയാണ് വേണ്ടത്, സനാതനധർമ്മത്തിലേക്ക് തിരിഞ്ഞു പോവുകയാണ് വേണ്ടത്. സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നു ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന അർത്ഥം, ഗുരുദർശനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അർത്ഥം. സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുവാൻ ദേശീയ തലത്തിൽ തന്നെ മുന്നണികളുണ്ടായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഗുരുദേവ ദർശനം ചർച്ച ചെയ്യുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ബുദ്ധിജീവികൾ, കപട സാംസ്കാരിക നായകന്മാർ, മതവാദികൾ, വിഘടനവാദികൾ, തീവ്രവാദികൾ, മതവാദികൾ, ജാതിവാദികൾ ഇവരൊക്കെ പിന്തിരിഞ്ഞോടേണ്ടി വരും ഗുരുദർശനത്തിൻ്റെ കത്തിക്കാളലിൽ. ഗുരുദർശനത്തിൻ്റെ ഈ വെള്ളി വെളിച്ചത്തിൽ, സൂര്യ വെളിച്ചത്തിൽ അതെല്ലാം കെട്ടടങ്ങും, കരിഞ്ഞ് ഒടുങ്ങും, എരിഞ്ഞടങ്ങും. അതുകൊണ്ട് ആ ഗുരുദർശനത്തിലേക്ക് മടങ്ങിപ്പോവുക തന്നെയാണ്, സത്യത്തിലേക്ക് കേരളത്തെ മടക്കിക്കൊണ്ടുപോവുകയാണ് ഗുരുദർശനത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ചെയ്യേണ്ടത്. സത്യത്തിലേക്ക് മടങ്ങുക. സത്യത്തെ ഭയപ്പെടുന്നവരെ പിന്തിരിഞ്ഞ് പലായനം ചെയ്യിപ്പിക്കാൻ ഗുരുദേവ ദർശനത്തിലോളം പോകുന്ന മറ്റൊന്നുമില്ല. ആ ഗുരുവിലേക്ക് മടങ്ങലാണ് ഈ ജന്മദിനത്തിൽ നമുക്ക് പറയാനുള്ള ഒരു ദർശനം. സത്യത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്.